എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയാണ്. എൻ്റെ പേര് ഷാരി, ഞാനൊരു ട്രാവൽ ഏജൻ്റാണ്. നമ്മളുടെ ട്രാവൽസിൻ്റെ പേര് ഡോറയുടെ പ്രയാണം എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ 5 ദിവസത്തെ യാത്ര 22 മിനിറ്റിലാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഡോറയുടെ പ്രയാണം അയോധ്യയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ അയോധ്യയുടെ വിശേഷങ്ങളാണ്. ഈ ഒരു യാത്രയിൽ നമ്മുടെ കൂടെ 16 പേരാണ് കേട്ടോ ഉള്ളത്. ഒരു ഫാമിലി 6 പേരുണ്ട്. ആദ്യമായിട്ടാണ്, അതായത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ വർഷത്തെ അയോധ്യ യാത്രയുടെ വീഡിയോ കണ്ടിട്ടാണ് ആ ഫാമിലി നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ച് പുതിയ ആളുകളും നമ്മളുടെ ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അയോധ്യയിൽ നമ്മൾ എത്തി, ഉച്ചയോടുകൂടിയാണ് എത്തിയത്. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് റെഡിയായി നമ്മൾ രാം മന്ദിറിലേക്കും ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലേക്കും ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തോട്ട് തന്നെ ഓട്ടോ വിളിച്ചിരിക്കുകയാണ്. അതായത് ഇതിപ്പം രാം മന്ദിറിൻ്റെ ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് പോകാനുള്ള സൗകര്യത്തിന് വേണ്ടി. അപ്പം നമ്മൾ ഓട്ടോ എടുത്തു ആദ്യത്തെ ഒരു ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു ഹനുമാൻ ക്ഷേത്രമാണ്. ഇവിടെ ഹനുമാന് വളരെയധികം പ്രാധാന്യമുണ്ട് കേട്ടോ. ഇതൊരു വലിയ ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല. 2 ക്ഷേത്രം, അതായത് മെയിനായിട്ട് ഹനുമാൻ ഗഡി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടേക്ക് നമ്മൾ അടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുത് പെട്ടെന്ന് ഇറങ്ങി. കാരണം ആകെ നമുക്ക് ഒരു വൈകുന്നേരം ഒരു ഇരുട്ടാവുന്നത് വരെയുള്ള സമയം മാത്രമാണ് ഇന്ന് അയോധ്യയിൽ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൂ. നാളെ നമ്മൾ പ്രയാഗ്രാജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരുപാട് സമയം നമുക്ക് ഓരോ ക്ഷേത്രങ്ങളും സ്പെൻഡ് ചെയ്യാനില്ല. എന്നാലും നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടേക്കൊന്നും വണ്ടികൾ അലൗഡ് അല്ല. അതായത് പ്രൈവറ്റ് വെഹിക്കിളോ ഈ ഭാഗങ്ങളിലേക്ക് നമുക്ക് ഓട്ടോ വിളിച്ച് അമ്പലത്തിലേക്ക് പോകാമെന്നുള്ള പരിപാടി നടക്കില്ല. നടന്ന് തന്നെ വേണം പോകാനായിട്ട്. അപ്പോൾ ഇനി നമ്മൾ പോകാനിരിക്കുന്ന ക്ഷേത്രങ്ങളിലും ഒക്കെ നടന്ന് തന്നെയാണ് പോകുന്നത്. വലിയ ഡിസ്റ്റൻസ് ഇല്ല കേട്ടോ, എല്ലാം വളരെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇത് ഹനുമാൻ ഗഡി എന്ന് പറയുന്ന ക്ഷേത്രമാണ്. ഇവിടെ തൊഴുതിട്ടാണ് നമ്മൾ രാം മന്ദിറിലേക്ക് പോകുന്നത്. അങ്ങനെ തൊഴുത് നമ്മൾ ഇറങ്ങി. ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ബഹളത്തോടു കൂടെയാണ് തൊഴുന്നത് തന്നെ. അതായത് ഹനുമാന് എന്താ പറയുക, ലഡു അല്ലെങ്കിൽ പൂക്കൾ, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പ്രസാദമായിട്ട് നമ്മൾ, അതായത് ഭഗവാൻ അങ്ങോട്ട് അർപ്പിക്കും, അതിൽ നിന്ന് കുറച്ച് ഭാഗം ഇങ്ങോട്ടും തരും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു രീതി. അത് നമ്മൾ തൊഴുത് കഴിഞ്ഞ് നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു മന്ദിറുള്ളത്. രാം ദുഹർ മന്ദിർ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് കുറച്ച് പടികളൊക്കെ കയറിയിട്ട് മുകളിലേക്ക് വന്നിട്ടാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരുപാട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെ വീഡിയോയും ഞാൻ അങ്ങനെ എടുക്കുന്നില്ല. അപ്പം എന്തായാലും അത് തൊഴുത് കഴിഞ്ഞ് നേരെ പിന്നെ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് ദശരഥ മഹൽ, ഇതും നടന്നാണ് നമ്മൾ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് 2 സൈഡും കാണാം. ഒരുപാട് ഷോപ്പിംഗ് ഏരിയകളും ഒരുപാട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും കടകളും ഒക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇതെന്ന് പറയുന്നത് ദശരഥ മഹാരാജാവിൻ്റെ കൊട്ടാരമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ഇതൊരു ക്ഷേത്രമാണ്. അപ്പോൾ നമുക്ക് ശ്രീരാമൻ്റെയും അതേപോലെ തന്നെ സീതാദേവിയുടെയും ഒക്കെ പ്രതിഷ്ഠകളും കാര്യങ്ങളും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പൊതുവെ തിരക്ക് വളരെ കുറവാണ് കേട്ടോ. സാധാരണ ഈ സമയങ്ങളിലായാലും നല്ല തിരക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ സമയം എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഫെബ്രുവരിയാണ്, വൈകുന്നേരമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ട്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് കനകഭവനാണ്. ഇതും നല്ല ഭംഗിയുള്ളൊരു കൊട്ടാരമാണ് കേട്ടോ. അയോധ്യയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യണം. ഇതൊന്നും കവർ ചെയ്യാനായിട്ട് ഒരുപാട് സമയമൊന്നും നമുക്ക് വരില്ല. നമ്മളിപ്പം ആകെ ഒരു 3-4 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും ക്ഷേത്രങ്ങൾ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ഭംഗിയുള്ള, അതായത് ഇതിൻ്റെ ഒരു സങ്കല്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീതാദേവിക്ക് വിവാഹശേഷം കൈകേയി സമ്മാനമായിട്ട് കൊടുത്തതാണ് ഈ കൊട്ടാരം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും അന്നത്തെ കാലത്ത്, അല്ലെങ്കിൽ അങ്ങനൊരു കഥ പറയുമ്പോൾ ഇത്രയും ആ കാലഘട്ടത്തിൽ ഇങ്ങനൊരു കൊട്ടാരം ആയിരുന്നോ എന്നൊക്കെ എല്ലാവർക്കും സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവാം. അന്ന് ഇങ്ങനെ ആയിരിക്കില്ല, കാലത്തിൻ്റെ മാറ്റം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി അടുത്തൊരു ലക്ഷ്യം എന്ന് പറയുന്നത് രാം മന്ദിറാണ്. അപ്പോൾ ഇത് നമ്മൾ അവസാനമായിട്ട് വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 9 മണി വരെ രാം മന്ദിർ തുറന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ എന്ന് പറയുന്നത് പെട്ടെന്ന് ചിലപ്പോൾ അടയ്ക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ രാം മന്ദിർ അവസാനത്തിലേക്ക് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫോണ് കാര്യങ്ങൾ ബാഗൊന്നും അലൗഡ് അല്ല എന്നറിയാലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നുള്ള വിഷ്വലുകൾ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ തൊഴുത് വന്നിരിക്കുകയാണ്. എല്ലാവരും ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം വളരെ തിരക്ക് കുറവിൽ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് തൊഴാനായിട്ട് പറ്റി എന്നുള്ളതാണ്.
അത് കഴിഞ്ഞ് നേരെ നമ്മളിപ്പോൾ നമ്മുടെ ഡിന്നറിൻ്റെ ടൈമാണ്. നമ്മൾ നേരെ ഹോട്ടലിലേക്ക് വന്നു. അപ്പോൾ ഇത്രയും സ്ഥലങ്ങൾ കാണാനായിട്ട് ഓട്ടോ നമ്മളുടെ കൂടെ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. ഒരാൾക്ക് 150 രൂപയാണ് വന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ തന്നെയാണ് എല്ലാവരും അയോധ്യ വരുമ്പോൾ നോർമലി ചെയ്യുന്നൊരു കാര്യം. അപ്പോൾ നമ്മൾ ഇനി ഡിന്നർ കഴിച്ച ഒരുപാട് കാര്യങ്ങളൊന്നും പറയുന്നില്ല. നാളെ രാവിലെ നമുക്ക് കാണാം. ഗുഡ് മോർണിംഗ്. ഇത് സമയം രാവിലെ 8 മണിയാണ്. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു തണുപ്പൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് നല്ല മഞ്ഞ് മൂടി നിൽക്കുന്നു, നല്ല തണുപ്പുണ്ട്. റൂമിൽ നിന്ന് നമുക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ നമ്മൾ പ്രയാഗ്രാജിലോട്ടാണ് പോകുന്നത്. ഇത് സരയൂ നദിയാണ് കേട്ടോ. അപ്പോൾ ഈ നദിയൊക്കെ കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പം ഇത് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഏകദേശം ഒരു 165ഓളം കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 4-5 മണിക്കൂർ സമയമെടുക്കും. അങ്ങനെ നമ്മുടെ ഉച്ചത്തെ സമയം, അതായത് ഇപ്പം ഏകദേശം 2 മണിയായിട്ടോ, 2 മണി സമയത്താണ്. നമ്മൾ അത്രയും സമയം എടുത്തു എന്നുള്ളതാണ്. 165 കിലോമീറ്റർ ആണെങ്കിലും 5 മണിക്കൂർ എടുത്തു നമ്മൾ ഇങ്ങോട്ടേക്ക് എത്താനായിട്ട്. ഇത് കഴിഞ്ഞ് നേരെ പിന്നെ നമ്മൾ ആനന്ദ് ഭവനിലോട്ടാണ് പോകുന്നത്. അതായത് നെഹ്റു ഫാമിലിയുടെ തറവാട് എന്ന് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ തറവാട് എന്നറിയപ്പെടുന്ന, ഇന്നത് ആനന്ദ് ഭവൻ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് വരുന്നത് 100 രൂപയാണ്. ഇന്ന് ഇതൊരു മ്യൂസിയമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനുള്ളിൽ കാണാനായിട്ട് പറ്റും. ഞാൻ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഉള്ളിൽ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല. അപ്പം ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചരിത്രം ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ വേർത്തായിട്ടുള്ളൊരു പ്ലേസാണ്. ഒരുപാട് ഗാലറികളും ഫോട്ടോസും അവരുപയോഗിച്ചിരുന്ന റൂമും അവരുടെ പുസ്തകങ്ങളും ഇരുന്ന സ്ഥലവും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ നമ്മൾ ഇനി ത്രിവേണി സംഗമം കാണാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് വന്ന വഴിക്ക് തന്നെ ബോട്ടിംഗ് ഒക്കെ എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ബോട്ടിങ്ങിൽ പോയിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ഇവർ ആദ്യം പറഞ്ഞത് ഒരാൾക്ക് 700 രൂപയാണ്. പിന്നെ നമ്മൾ വില പേശിക്കൊണ്ട് ഒരാൾക്ക് 300 രൂപ എന്നുള്ള രീതിയിൽ ഉറപ്പിച്ച് നമ്മൾ അങ്ങനെ ത്രിവേണി സംഗമത്തിന് ബോട്ടിംഗ് റൈഡ് തുടരുകയാണ്. അപ്പോൾ നമ്മൾ 2 ഗ്രൂപ്പായിട്ട്, അതായത് ഒരു ബോട്ടിൽ എല്ലാവരും ആയിട്ട് കൊള്ളില്ല നമ്മൾ, കാരണം 10-16 പേരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 ബോട്ടുകളിലായിട്ടാണ് നമ്മൾ പോകുന്നത്. ഗംഗ, യമുന, സരസ്വതി, ഈ 3 നദികളുടെ സംഗമമാണ് ത്രിവേണി സംഗമം എന്ന് പറയുന്നത്. പക്ഷെ സരസ്വതി നദി എന്ന് പറയുന്നത് ഇൻവിസിബിൾ ആണ്, നമുക്ക് കാണാനായിട്ട് പറ്റില്ല. ഇവിടെ വേണമെങ്കിൽ കുളിക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 50 രൂപയ്ക്കാണ് ഒരാൾക്ക്. അപ്പോൾ അത് 2 ബോട്ടും ഇങ്ങനെ കൂട്ടിക്കെട്ടി അവരെ ഒന്ന് മുങ്ങാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പം നമ്മളതൊന്നും ആരും എടുത്തില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തൊരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇതാണ് അലോപി ദേവി ടെമ്പിൾ എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. അതായത് സതീദേവിയുടെ ക്ഷേത്രമാണ് ഇത്. നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമാണ് കേട്ടോ. അതായത് സതീദേവിയുടെ ശരീരഭാഗങ്ങൾ പല ഭാഗങ്ങളിലായിട്ടാണല്ലോ വീണത്. അപ്പോൾ ഇവിടെ വിരലുകൾ വീണു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രതിഷ്ഠ പോലെ അങ്ങനെയല്ല, തൂക്ക് പോലെ അല്ലെങ്കിൽ ഊഞ്ഞാല് പോലെ അങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ തൊഴാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് തൊഴുത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ചുറ്റും ഒരുപാട് ഷോപ്പിംഗ് സെൻറ്ററുകളുണ്ട് കേട്ടോ. ഇവിടെ വളകളുടെ കളക്ഷൻസ് കണ്ടിട്ട് ശരിക്കും നമ്മൾക്ക് കിളി പോകും. അത്രയും അധികം മനോഹരമായിട്ടുള്ള കുറേ അധികം വളകൾ, വിലയാണെങ്കിലോ വളരെയധികം കുറവും. അപ്പം നമ്മുടെ കൂടെയുള്ള എല്ലാവരും വളകൾ മേടിച്ചു എന്നുള്ളതാണ്. നമ്മളങ്ങനെ നമ്മളുടെ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെയാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാത്രി വേറെ പരിപാടിയില്ല, ഡിന്നർ കഴിക്കുന്നു, ഉറങ്ങുന്നു.
അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് കുറച്ച് ടയേർഡാണ്, കാരണം കുറച്ച് ട്രാവലിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നല്ലോ. ഇത് ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈം ആയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രയാഗ്രാജിൽ നിന്ന് വാരണാസിയിലോട്ടാണ് പോകുന്നത്. അപ്പം ഇവിടുന്ന് ഒരു 3 മണിക്കൂർ യാത്രയാണുള്ളത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമായി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യമേ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇനി അതായത് ഇവിടെ നിന്നും നമുക്ക് ലഗേജ് നമ്മളുടെ വണ്ടിയുടെ മുകളിൽ കയറ്റുകയാണ്. ആ പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണ്, പ്രോപ്പറായിട്ട് എല്ലാ ലഗേജും കയറുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഹോട്ടലിൻ്റെ ആൾക്കാരും നമ്മുടെ ഡ്രൈവറും അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് നമ്മളിത് എല്ലാം സെറ്റായിട്ട് ഇവിടുന്ന് പോവുകയാണ് കേട്ടോ. അപ്പം നല്ല തണുപ്പ് ഇപ്പോഴും ഉണ്ട്, നിങ്ങൾക്കറിയാം. 9 മണി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയം. ഇപ്പോഴും കണ്ടാകെ മഞ്ഞ് മൂടിയിട്ട് നിൽക്കുന്ന നല്ലൊരു സമയം. പ്രത്യേകിച്ച് വാരണാസി വരുമ്പോൾ എന്തായാലും ഈ ഒരു മഞ്ഞുകാലത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ അതേ മാർച്ച് മുതൽ ഏപ്രിൽ മെയ് ഒക്കെ സാധാരണ കൂടുതലും ആളുകളും അങ്ങനെ സമയത്ത് വരുന്നവരുമുണ്ട്, എല്ലാവരുടെയും അവധിയൊക്കെ നോക്കിയിട്ട്. പക്ഷേ ഏപ്രിൽ മെയ് ഒക്കെ എന്ന് പറയുന്നത് നല്ല ചൂടിൻ്റെ സമയമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അത്ര ഒരു സുഖമല്ല നമുക്ക് ഈ ഒരു യാത്രയൊന്നും ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വരുന്ന വഴി ഏകദേശം വാരണാസി നമ്മൾ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബനാറസിൽ വന്നിട്ടുണ്ടെങ്കിൽ ബനാറസ് സാരി അതൊരു ഫേമസ് ആണല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാവരും അങ്ങനെ സാരി ഷോപ്പിങ്ങൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുവിധം എല്ലാവരും ഒക്കെ ഷോപ്പ് ചെയ്തിട്ടുണ്ട്. സാരി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേഡീസ് അങ്ങനെ വിടും അല്ലേ. അപ്പം ഒരുവിധം എല്ലാവരും ഷോപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് വേറൊരു മന്ത്രം കൂടെ മന്ത്രമല്ല, ഒരു മെഡിറ്റേഷൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ അടുത്തത് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും ഒരു സാരിയൊക്കെ മേടിച്ചിട്ട് ഒരുപാട് വിഷ്വലും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ നമ്മൾ ലഞ്ചിനാണ് വന്നത്. അപ്പോൾ ഓരോ ഫാമിലി, അതായത് ഒരു ഫാമിലിയിൽ 6 പേര്, ഇവരൊരു ഫാമിലിയാണ്, അതായത് ഹസ്ബൻഡ് വൈഫ്. ഇവരാണ് എൻ്റെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് എന്നെ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ ഒരു പരിചയം ഇല്ലാത്തൊരു ഫാമിലിയാണ്, പക്ഷെ എന്നാലും പിന്നീട് നമ്മൾ പരിചയമായി. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മെഡിറ്റേഷൻ സെൻറ്ററിലേക്കാണ് പോകുന്നത്. ഇത് ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ഇത് സ്വർവേദ് മന്ദിർ എന്നാണ് ഇതിൻ്റെ പേര്. ഇതെനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മെഡിറ്റേഷൻ സെൻ്ററാണ്. ഇത് 7 നിലകളാണ്. പക്ഷേ ഇപ്പോൾ 1ാമത്തെ നില മാത്രമേ പണി കഴിഞ്ഞിട്ടുള്ളൂ. ഫുൾ അതിൻ്റെ ഉള്ളിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ആ 7 നിലകളൂടെ പണിത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കായിരിക്കും ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആവുന്നത്. പക്ഷേ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാർബിളിലും അതുപോലെ തന്നെ തടിയിലുമൊക്കെ എന്താ പറയുക കൊത്തുപണികളോടുകൂടെ ചെയ്തത് നല്ല ഭംഗിയായിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ടുള്ളത് രാത്രി ലൈറ്റും കൂടെ ഇട്ടിട്ട് ഇതിൻ്റെ പുറമേയുള്ള ഭാഗം. ഇപ്പം നമ്മളിവിടെ എത്തിയ സമയം പറയുന്നത് ഒരു നല്ല വെയിലൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു ഭംഗി അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും നല്ല വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴോ മാർബിളും കാര്യങ്ങളൊക്കെ ആണല്ലോ, എന്തൊരു തണുപ്പാണെന്നറിയോ. അപ്പം അതൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ ഇപ്പം നമ്മളുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഈ ഹോട്ടലിൽ റൂമൊക്കെ നല്ലതാണ്, പക്ഷേ ബാത്റൂം അത്ര ഒരു നീറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഹോട്ടൽ ഞാൻ ആർക്കും അങ്ങനെ സജസ്റ്റ് ചെയ്യില്ല. നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നേരെ തന്നെ നമ്മൾ കാളഭൈരവ ക്ഷേത്രത്തിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് വാരണാസിയുടെ കാളഭൈരവ എന്ന് പറയുന്ന അറിയാലോ, ശിവൻ്റെ ഒരു ഉഗ്രമൂർത്തി ഭാവമാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ വന്നു. ഇതിൻ്റെ ഉള്ളിലും വീഡിയോ കാര്യങ്ങൾ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഗംഗാ ആരതി കാണാനാണ് ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത്. ഇത് നമോ ഘട്ടിലാണ് കേട്ടോ ഈ ആരതി. ഞങ്ങളിവിടെ എത്തിയ സമയം എന്ന് പറയുന്നത് ഗംഗാ ആരതി തുടങ്ങുന്ന കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. അങ്ങനെ വാരണാസിയിൽ ഇത് 4ാമത്തെ ദിവസമാണ്. വെളുപ്പിന് 5:30 സമയമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ഞങ്ങളെല്ലാവരും അതായത് 5 മണിക്ക് തന്നെ എല്ലാവരും റെഡിയായി. ഒരു 5:45 കൂടെ നമ്മൾ ഇറങ്ങി. തിരിച്ച് നമ്മളിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5:45 ആ സമയമായി. നമ്മളുടെ ബോട്ട് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്ര രാവിലെ തന്നെ എടുത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബോട്ടിങ്ങൊക്കെ ഏകദേശം 1 മണിക്കൂറിലധികം എടുക്കും. അപ്പോൾ ആ ബോട്ടിങ്ങും കണ്ട് നമുക്കിന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയി അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 9 മണി 9:30
5:30 ആ ഒരു ടൈം ആവും. എന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളുടെ ഹോട്ടലിൽ തന്നെയാണ്. അപ്പോൾ ഇത് ഗംഗ ആരതിയാണ് ചെയ്യുന്നത്. ഐ മീൻ നമ്മൾ ഗംഗയെ നമ്മളൊന്ന് ആരാധിക്കുക. അതിനുവേണ്ടി ഒരുപാട് ഇങ്ങനെ ദീപങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ നമ്മൾ നേരത്തെ വിഷ്വലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 20 രൂപയാണ് കേട്ടോ അവർ മേടിക്കുന്നത്. നമുക്ക് അതൊരു സന്തോഷം, അവർക്കും അതൊരു സന്തോഷം അല്ലേ, അവർക്കതൊരു വരുമാനം കൂടെ ആണല്ലോ. അപ്പോൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ബോട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഗംഗാ നദിയിലൂടെയുള്ള അതിരാവിലത്തെ ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു യാത്ര ഏകദേശം 88ഓളം ഘട്ടുകളാണുള്ളത്. ഈ ഘട്ടുകൾ മുഴുവൻ നടന്ന് കാണുക എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ഇങ്ങനെ ബോട്ടിൽ ഇരുന്ന് കാണുക എന്നുള്ളത് മാത്രമാണ് നടപ്പാവുന്ന കാര്യം. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ദിവസങ്ങളൊക്കെ നമ്മൾ വാരണാസിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നടന്ന് കാണാനായിട്ടൊക്കെ പറ്റും. ഞാൻ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഒരുവിധം എല്ലാ ഘട്ടുകളിലൂടെ നടന്നു പോയിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷെ നമ്മളൊരു പാക്കേജ് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുപാട് സമയം നമുക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെയാണ് ഘട്ടുകൾ മുഴുവനായിട്ട് കാണുന്നത്. എല്ലാവർക്കും നല്ല തണുപ്പാണ് കേട്ടോ. ഇപ്പോൾ 13 ഡിഗ്രി ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ട്. എല്ലാം ഇങ്ങനെ വെറുങ്ങലിച്ചാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ ഗംഗാ നദി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് കാണുക, കാശിയിൽ വരിക എന്ന് പറയുന്നത്. ഇത് മണികർണിക ഘട്ടമാണ് കേട്ടോ. അതായത് 24 മണിക്കൂറും ശവസംസ്കാരം നടക്കുന്ന ഒരു സ്ഥലം. അതാണ് മണികർണികയെ പ്രത്യേകമായിട്ട് എല്ലാവരും, അല്ലെങ്കിൽ മണികർണിക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഒരുപാട് വീഡിയോകളിലൊക്കെ നിങ്ങൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടാകും. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ഇങ്ങനെ മറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം. നമ്മൾ തൊഴുതിറങ്ങി കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടാണ് സാധാരണ മണികർണിക ഘട്ടിലേക്ക് പോവാറ്. പക്ഷെ ഇപ്പോൾ അവിടെ അങ്ങനെ മറച്ച് വെച്ചതുകൊണ്ട് നമുക്ക് അതിനുള്ളിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഒരു ഘട്ടൻ്റെ ഏറ്റവും അവസാന ഘട്ടം എന്ന് പറയുന്നത് അസ്ഥിഘട്ടമാണ്. അപ്പോൾ ആ ഒരു അസ്ഥിഘട്ടം കൂടെ കണ്ടിട്ട് നമ്മളിങ്ങനെ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരും. അതായത് ഈ ഒരു സമയം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സൂര്യോദയം കൂടെ കാണാൻ പറ്റുന്ന ഒരു നല്ല സമയമാണ്. അതുകൊണ്ട് എല്ലാം കൊണ്ടും എല്ലാവരും ഇങ്ങനെ വളരെ നല്ല രീതിയിൽ അത് ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ വരുവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് അവസാനിപ്പിച്ചു. ഇപ്പോൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോവുകയാണ്. നല്ല ഭംഗിയില്ലേ ഇവിടെ നിന്ന് കാണാനായിട്ട്. നമ്മൾ സാധാരണ സുഗം ദർശൻ ടിക്കറ്റ് എടുക്കാറുണ്ട്. അപ്പോൾ ഇത്തവണയും എടുത്തു. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരക്ക് വളരെ കുറവാണ്. ടിക്കറ്റ് എടുക്കുന്ന ആൾ തന്നെ പറഞ്ഞു ടിക്കറ്റ് എടുക്കണമെന്നില്ല, കാരണം തിരക്ക് വളരെ കുറവാണ്. പിന്നെ നമ്മൾ വിചാരിച്ചു ഒരുപാട് സമയം അതിനുള്ളിൽ ഒരു 10-15 മിനിറ്റ് ആണെന്നുണ്ടെങ്കിലും പ്രായമായവരൊക്കെ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എങ്ങനെ നേരം വൈകി കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഈ കാണുന്ന തിരക്കുണ്ടല്ലോ, ഇതാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെയാണ് ഇവിടെ വരി നിൽക്കേണ്ടത്. ഏകദേശം ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. പക്ഷെ നമ്മൾ ടിക്കറ്റ് എടുത്തത് കൊണ്ട്, അതായത് 300 രൂപയുടെ ടിക്കറ്റ് എടുത്തത് കൊണ്ട് അതിനുള്ളിലേക്ക് പോകാനായിട്ട് പ്രത്യേക വേറൊരു കൗണ്ടറുണ്ട്. അപ്പോൾ ആ കൗണ്ടർ വഴി നമ്മൾ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് പോയി അവിടെ വളരെ വിശാലമായിട്ട് തന്നെ നമുക്ക് തൊഴാനായിട്ട് പറ്റിയ ഒരുപാട് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ തൊഴുത് ഇറങ്ങി നമ്മളിപ്പോൾ പശുപതിനാഥ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് ആ ഒരു കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ കൊറിഡോറിലൂടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിലും കൂടെ കാണാൻ പറ്റും. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ വരുമ്പോൾ കാണണ്ട, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിനേക്കാൾ കൂടുതൽ പ്രാധാന്യം, അതായത് ഇതിൻ്റെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടുന്ന് ഗംഗാ നദി കാണാനുള്ളൊരു ഭംഗി, അത് ഒരു അതിങ്ങനെ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭംഗി എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്നാലും ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ. അതായത് ഗംഗാ നദിയെ ഇങ്ങനെ നമുക്ക് മുകളിൽ നിന്ന് കാണുന്ന ആ ഒരു ഫീല്, അതൊരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വാരണാസി വരുമ്പോൾ ഈ പശുപതിനാഥ ക്ഷേത്രത്തിൽ വരണം. അത്രയും മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പ്രതിഷ്ഠയാണെന്നുണ്ടെങ്കിലും എല്ലാം നമുക്കിങ്ങനെ അതിൻ്റെ അടുത്തൂടെ പോയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും.
അപ്പോൾ ആ ഒരു മനോഹരമായ ക്ഷേത്രം കൂടെ കണ്ടിട്ട് നമ്മൾ നേരെ പോവാണ്. ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് ഒരു ഗല്ലി വഴിയാണ്. അപ്പം അങ്ങനെ ആ പുറത്തിറങ്ങി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇപ്പം നമ്മൾ തിരിച്ച് നമ്മൾ രാംനഗർ ഫോർട്ടിലാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള, ഞാൻ ഫോർട്ടിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ്. അതായത് ഗംഗാനദി ഇവിടെ ആ ഒരു കൊട്ടാരം, അതായത് ഈ ഫോർട്ടിൻ്റെ ഒരു ഫ്രെയിം, ഇത് ഇവിടുത്തെ വളരെ ഒരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് നമ്മൾ പോവാണ്. ഇനി നമ്മളുടെ ഇന്നത്തെ ലിസ്റ്റിൽ ബിർള മന്ദിർ എന്ന് പറയുന്ന ആ മന്ദിരം കൂടെ കാണാനുണ്ട്. അതോടുകൂടെ നമ്മളുടെ ഇന്നത്തെ കലാപരിപാടി എന്നല്ല, മൊത്തം ട്രിപ്പ് അവസാനിക്കുകയാണ്. അപ്പോൾ ബിർള മന്ദിരമാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അതിൻ്റെ ഉള്ളിൽ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അങ്ങനെ വാരണാസി യാത്ര നമ്മളുടെ ഈ ഒരു പോയിന്റോടുകൂടെ അവസാനിക്കുകയാണ്. എല്ലാരും ഹാപ്പിയാണോ? നമുക്ക് ഇവിടുന്ന് ചോദിക്കാം, അച്ഛ ഹാപ്പിയാണോ? വെരി വെരി ഹാപ്പി. ഓക്കെ, ഹാപ്പിയാണോ? ബിപിൻ എനിക്കൊന്ന് യൂട്യൂബിൽ കണ്ടിട്ടാ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്തത്. ബിപിന്റെ അച്ഛനും അമ്മയും ആറുപേരെ കൊണ്ടുവന്ന യൂട്യൂബിൽ കണ്ടിട്ട് എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു? ഓക്കെ, വളരെ നല്ലതായിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കാ? ശരി, ശൈല ചേച്ചി കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. തിരക്കില്ലാതെ വിചാരിച്ചേക്കാൾ നന്നായി തൊഴാൻ പറ്റി. താങ്ക് യു സോ മച്ച്. എല്ലാം കൊണ്ടും എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു, ഹാപ്പിയായി. കാരണം എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ ട്രിപ്പ് എന്ന് പറയുന്നത്. കാരണം കാശ് കയ്യിലില്ലാത്ത കാര്യമില്ല, അത് കൊണ്ടുപോകാനും അതിനെ എൻജോയ് ചെയ്യാനൊക്കെ ഒരാൾ വേണം. അതിൽ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഷാരിയോട് താങ്ക് യു സോ മച്ച്. വളരെ ഹാപ്പിയാണ്, ഇഷ്ടമായി, ഹാപ്പിയാണ്. താങ്ക് യു. ഒരു ഫാമിലി പോലെ എല്ലാവരെയും നോക്കി കൊണ്ടുവന്നു. അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കുള്ളതാണ്. നല്ല ട്രിപ്പായിരുന്നു, നന്നായി എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഞാൻ ഫസ്റ്റ് ടൈമാണ്, നല്ല എൻജോയ് ചെയ്തു, നല്ല അടിപൊളിയായിരുന്നു. ഭാരതി കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ഒരു തിക്കും നിരക്കൊന്നും ഇല്ലാണ്ട് സുഖമായി കാണാൻ പറ്റി. വളരെ ഹാപ്പി. ആദ്യമാണ് ഞാൻ വന്നത്, പക്ഷെ യാത്ര വളരെ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. അപ്പം അങ്ങനെ ഒരുപാട് സന്തോഷം. എല്ലാവരുടെ നല്ല വാക്കുകൾക്കും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. കാരണം പോരുമ്പോൾ കുറച്ച് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ. പക്ഷെ എല്ലാവരും വളരെ കോപ്പറേറ്റീവായി, വളരെ എനർജറ്റിക്കായി, എല്ലാത്തിനും കൂടെ നിന്നു. ആർക്കും ഒരു ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. എല്ലാവരും എല്ലാത്തിനോടും സഹകരിച്ചു. നല്ലൊരു ടീം തന്നെയായിരുന്നു കേട്ടോ. ഒരു പരിചയക്കുറവ് തുടക്കത്തിലുണ്ടായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ പിന്നെ അങ്ങ് യാത്ര തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഓക്കെ ആയി. എല്ലാവരും വളരെ ഹാപ്പിയാണ്. അപ്പം മറ്റൊരു യാത്രയും കൂടി ചെയ്യാൻ പറ്റിയതിലും അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ നമ്മളുടെ ട്രാവൽസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഫാമിലിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഡോറയുടെ പ്രയാണം എന്നാണ് നമ്മളുടെ ട്രാവൽസിൻ്റെ പേര്. അപ്പോൾ അടുത്ത യാത്രകൾ ഓരോ മാസത്തിലും ഓരോ ട്രിപ്പ് എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാ ട്രിപ്പുകളുടെ കൂടെ ഞാനും കൂടെ പോയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്പർ കൊടുത്തേക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.